അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞു മുളകൊക്കെ എടുത്ത് വെക്കാട്ടാ. കുഞ്ഞിന്റെ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് സുന്ദരൻ. കണ്ണുമ്മ വയ്യ, കണ്ണില് എന്തോ ഒരു ചുമന്ന കളറുണ്ട്. എന്ന് ഡോക്ടറത്തേക്ക് കൊണ്ടുപോകണം ചോദിച്ചാൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ആച്ചോട്ട് നടക്കണോക്കെ കണ്ട ഇറങ്ങടാ. അതിന്റെ മുകളിൽ കിണറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയേക്കോ. എൻ്റെ ഗൈസ് അതിന്റെ വല എങ്ങാനും തുരുമ്പ് പിടിച്ചിട്ടായിരിക്കണത്. അതെങ്ങാനും പൊട്ടിയേക്ക് വീഴും. വളക്കച്ചവടക്കാരൻ. നമ്മള് പണ്ട് പൂരത്തിനൊക്കെ പോകുമ്പോ വളക്കച്ചവടക്കാർ ഇങ്ങനെ വരിക കുപ്പിവള കൊണ്ടിട്ട്. അതൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയാം. പൂരത്തിന് പോയി കഴിഞ്ഞാൽ കൈ നിറച്ച് കുപ്പിവള ഇടുമായിരുന്നു. പൂരത്തിന്റെ വൈകുന്നേരത്താട്ട പോവാ പൂരപ്പറമ്പിലേക്ക്. വള ഇടാനായിട്ട് മാത്രമേ പോവുള്ളൂ, അല്ലാണ്ട് പൂരം കാണാനായിട്ടൊന്നും പോവില്ല കേട്ടാ. വൈകുന്നേരം ആകുമ്പോ ചെത്ത് വളൊക്കെ ഉണ്ടല്ലോ കറുപ്പ് കളറിലുള്ളത്, അത് ഒക്കെ ഇടും. പിന്നെ അവരെന്നെ ഇട്ട് തരുമ്പോ നമ്മൾ വട്ടം കുറഞ്ഞത് നല്ല കയ്യിലേക്ക് പാകത്തിനായിട്ടുള്ള ഇട്ടുതരും ചെയ്യും. നമുക്കധികം വേദനിക്കൂല അവരിട്ട് തരുമ്പോൾ. അങ്ങനെ ഇടാനൊക്കെ പൂട്ട. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും അത് ഓർമ്മ എന്താണ്. നമ്മുടെ അടുത്ത പൂരൊക്കെ ആവാറായി. ഇനി ഏറ്റവും പൂരാവാറായി. ഫെബ്രുവരിയിലൊക്കെ ആയിട്ട്. ഫെബ്രുവരിയിലെ മാർച്ചിലാണ്. കൊണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കൊണ്ടേക്ക് മാങ്ങ കൊടുക്കാറായി. വൈകുന്നേരം ആയി തുടങ്ങിയിട്ടാ. നമ്മള് മോള് കുളിക്കാൻ നിൽക്കുകയാണ്. മേലൊഴിക്കുക. അന്ന് പോയി പാൻ്റ് എടുത്തിട്ട് എന്താ കാത്ത് കയറാറായി തുടങ്ങി. മഗ്‌രിബിൻ്റെ സമയമായി. ഇനി പണികളൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലിങ്ങനെയാണ്. ഞാനൊന്ന് വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും വന്നിരിക്കും കേട്ടോ. ഒരാളിതാ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുനിഞ്ഞ് അകത്തേക്ക് പോയി, കുമ്പിട്ടിട്ട് അങ്ങനെ പോയി. നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ്. ആരും ഇങ്ങനെ വന്നിരിക്കില്ലല്ലോ ഫോണിൽ നോക്കിയിട്ട്. ഇവര് മാത്രമാണ് ഫോൺ അങ്ങോട്ട് തുറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും. മൂന്നാളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇത് പറയണ കേട്ടപ്പോൾ അങ്ങനെ പോയതാട്ടാ. ഞാൻ കാണിച്ചു തരട്ടോ അവനെ. ഒരെണ്ണം നമ്മളിതാ കുറച്ച് സാധനങ്ങളൊക്കെ അത് അതിൽ വെക്കലയുടെ കുഞ്ഞു നമ്മളത് എടുക്കാവുന്ന ആ കുപ്പിയൊക്കെ ഞെളുങ്ങും. സാധനങ്ങൾ കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ, വളരെ കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബാത്റൂം ക്ലീനറൊക്കെ. അപ്പോൾ അത് കൊടുക്കണം ചോദിച്ചവർക്കൊക്കെ. അപ്പം അതവിടെ വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാനതൊന്ന് വീഡിയോ പിടിച്ചതാ. കുട്ടികളെ തന്നെ കാണിച്ചു തരാം. രാവിലെ തന്നെ ചേമ്പ് പറിക്കലായിരുന്നു കേട്ടോ പണി. ആന കരിമീൻ തോട്ടത്തിൽ കയറിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം. ഇന്ന് രാവിലെ തോന്നി മോര് കറി വെക്കാന്ന്. അപ്പോൾ ചേമ്പ് പറിക്കാൻ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ പറിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല. ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് പറിച്ചു. പിന്നീട് ഓർത്തത് ചേമ്പ് പറിച്ച് നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ. ഇനി ഇതൊക്കെ മുറിച്ചിട്ട് കുഴിച്ചിടണം കേട്ടോ. അതിൻ്റെ തള്ള വിത്ത് എന്നൊക്കെ പറയുക. ഇവിടെയൊക്കെ ചേമ്പിൻ തള്ള എന്നൊക്കെ പറയുക. ഇതൊക്കെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതാ വലുത് ഞാനിവിടെ വെറുതെ കുഴിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പ് കാണിച്ചു തരാം കേട്ടോ. കിട്ടിയ ചേമ്പ് അലക്കാൻ വേണ്ടിയിട്ട് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കുട്ടികൾ മദ്രസ പോയി നിൽക്കുക. കുഞ്ഞുണ്ട് കേട്ടോ അവിടെ. അവൻ ചായ കുടിക്കുക. ഇത്രയും ചേമ്പ് കിട്ടിയിട്ട് അവർ ഏകദേശം 2-3 കിലോനോളം ഉണ്ടാവുമായിരിക്കും. 2 കിലോന് എന്തായാലും ഉണ്ടാവും. ഇത്ര ഉള്ളൂ. വലിയ ചേമ്പ് കണ്ടപ്പോൾ വിചാരിച്ച് തോനുണ്ടാവുമെന്ന്. നമ്മുടെ വിറകൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വിറകൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പം ചകിരി മാത്രമേ ഉള്ളൂ കത്തിക്കാൻ. പിന്നെ ഇന്ന് നമുക്ക് ചായക്ക് കടി നീർദോശയാണ്. പിന്നെ പൊടിച്ചമ്മന്തി ഉണ്ടാക്കിയേക്കണത്. തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയേക്കണത്. ഇതിൽ നീർദോശ ഉണ്ട് കേട്ടോ. പിന്നെ ചായ വെച്ചിട്ടുണ്ട്, കുറച്ച് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് മോര് കറിയാണ് വെക്കാൻ പോണത്. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞു വാങ്ങി വന്നിട്ടുണ്ട്. ഇത് പുളിയുള്ളതാടാ. ചേമ്പും കായും കൂടിയിട്ട് വെക്കാന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ തക്കാളി. എന്തിനാ ചെറുനാരങ്ങ മേടിച്ചേക്കണ്? വെറുതെ. പിന്നെ കടയിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. നേന്ത്രക്കായും ചേമ്പും ഇട്ടിട്ടാണ് നമ്മളിന്ന് മോര് കൂട്ടാൻ വയ്ക്കാൻ പോണത്. ചോദിച്ചു എൻ്റെ വ്യൂവേഴ്സ്. നമ്മുടെ ആത്തച്ചക്ക നമുക്ക് പഴുത്തിട്ട് കിട്ടിയിട്ട്. അപ്പം നാളെ ആരോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ഒന്നും ഞങ്ങൾക്ക് കിട്ടണില്ല, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇതിലൂടെ തരാം കേട്ടോ.
കൊതിപ്പിക്കുക. എന്നെങ്കിലൊക്കെ നേരിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തരാട്ടോ. പൊട്ടിക്കണ്ട, അത് എന്താ ഒന്നുകൂടി ആവാണ്ട്, കുറച്ച് ഒരു സൈഡും കൂടി ആവാണ്ട്. അതാ അവിടെ കൊണ്ടുവയ്ക്കുക അരിയും പാത്രത്തിൽ. നമ്മൾ കുറച്ച് ബോട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ടി വയ്ക്കാൻ നമ്മൾക്ക് ഇങ്ങനെ കഴുകിയിട്ട് നുറുക്കിയിട്ടാണ് കിട്ടുക. പിന്നെ നമ്മൾ വന്നിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയാൽ മതി. തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയാൽ മതി കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബോട്ടി നമ്മളിതാ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പം നല്ല ജീരകത്തിൻ്റെ മണം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ജീരകത്തിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. ആ ബോട്ടിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ പോയിട്ട് നല്ലൊരു, സാധാരണ നമ്മൾ ബീഫ് കറി വെച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്ക്. ഇത് നന്നായിട്ട് വേവിക്കുക, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങും. നന്നായിട്ട് എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് കുക്കറിൽ അടച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു 6 വിസിൽ 7 വിസിലൊക്കെ വരുത്തണം. ഓരോന്നിനും ഓരോ വേവ് തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് 6 അടിച്ചിട്ട് ഇറക്കിയപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഒന്നും കൂടി ആവാണ്ടായിരുന്നു. എന്റെ കറുപ്പ് ഡൗസർ ഉണ്ട്, നീല ഡൗസർ ഉണ്ട്, ചുവപ്പ് ഡൗസർ ഉണ്ട്, ഒരു പച്ച ഉണ്ട്. ഒക്കെ എവിടെ 4 കാണാനുണ്ട്. കുഞ്ഞുവിന് ഒക്കെ എടുത്തു കൊടുക്കണം കേട്ടോ കയ്യിൽ. അവൻ്റെ ട്രൗസറുകൾ കാണാല്ലേ അവനുള്ള പരാതിയും സമരം ചെയ്യലായിരുന്നു. തുണി എടുക്കാണ്ട് നടക്കുകയായിരുന്നു കുറേ നേരം. പിന്നെ ഞാൻ തിരഞ്ഞു പിടിച്ച് എടുത്തു കൊടുത്തിട്ട് 3 കൊട്ടയിലും തപ്പി കഴിഞ്ഞ് കിട്ടും. ഇവരെന്നെ അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണ പോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ തക്കാളി അരച്ചിട്ടാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്രേവി നന്നായിട്ട് ഇങ്ങനെ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ സടപട വെച്ചിട്ടുള്ള പണിയായിരുന്നു കേട്ടോ. വേഗം ഉണ്ടാക്കി. പിന്നെ വീഡിയോ പിടിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഒന്നുമില്ല, നമ്മൾ ബോട്ടി വെന്തത് ഇനി ഈ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. പിന്നെ കൂർക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂർക്കപ്പേരും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കൊള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളിയും ബോട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, വീഡിയോ ഇട്ടില്ല. ഒന്നാമത് കുട്ടികളുള്ള ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ ഒരു കാലിൻ്റെ ഇടയിൽ മുടി ചുറ്റിയ പോലെ എന്താ പറയുക, ഇങ്ങനെ നടക്കില്ല പണി. അപ്പോൾ അത് കാരണം പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മൾ 2 മണിക്കാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെതായ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നിടാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഉള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.